ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുടംപുളി ഇട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്പെഷ്യൽ ചെമ്പല്ലി മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ തന്നെ ഈ ഒരു ചെമ്പല്ലി മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു മീൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചെമ്പല്ലി മീനാണ് എടുത്തിട്ടുള്ളത്. മീൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെക്കാം. ഇനി ഈ ഒരു മീൻകറിയിലേക്ക് ആവശ്യമായ ചുമന്നുള്ളി ഒരു 5 എണ്ണം ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 15 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതേ ഉള്ളൂ. ഇനി ഈ ഒരു മീൻകറിയിലേക്ക് ആവശ്യമായ കുടംപുളി 4 എണ്ണം നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കുതിരാൻ വേണ്ടി വെക്കാം. ഇനി ഈ ഒരു മീൻകറിയിലേക്ക് ആവശ്യമായ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതുപോലൊരു ബൗളിലേക്ക് എടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഈ മസാലപ്പൊടികൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് കേട്ടോ മീൻകറി തയ്യാറാക്കുന്നത്. നമ്മൾ മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതേപോലെ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയുടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവയുടെ ചേർത്തതിന് ശേഷം ഈ ഉലുവ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ആ ഒരു കറിക്കൊരു കയ്പുണ്ടാവും. അതുകൊണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചുവന്നുള്ളി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളിയുടെ ചേർത്തതിന് ശേഷം ഇനി ഇതൊരു ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഈ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ വെളുത്തുള്ളിയും ഇഞ്ചിയും മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് വഴണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മസാല പേസ്റ്റ് ഇല്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാലപ്പൊടികൾ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഇതുപോലെ പേസ്റ്റ് ആക്കി ചേർക്കുകയാണെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു മസാല പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഒരു കുടംപുളിയും വെള്ളവും ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ വഴറ്റി വെച്ച ഈ ഒരു മസാലയിലേക്ക് നമ്മളെപ്പോഴും ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ. ബാക്കി പിന്നീട് നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം.
ഈ മീൻ കഷ്ണങ്ങളൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഈ മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി കൊണ്ട് ഇതേപോലെ ഉടയാത്ത രീതിയിൽ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് പകരമായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2-3 മിനിറ്റ് കൂടെ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ കുറച്ചുകൂടെ വറ്റി ചാറൊന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിന് മുകളിലേക്ക് തൂവി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്പല്ലി മീൻ കറി തയ്യാറാക്കാൻ. പിന്നെ ഈ ഒരു മീൻ കറി നമ്മൾ കുടംപുളി ഇട്ട് വറ്റിച്ചത് കൊണ്ട് തന്നെ ഇരിക്കും തോറും കുറച്ചുകൂടെ സ്വാദ് കൂടും. അപ്പോൾ ഇതിന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.